ഈ കോളേജിന്റെ രോമാഞ്ചമായ ആരതി മേനോൻ ഇന്ന് നമ്മോട് വിട പറയുകയാണ്. ഇതുവരെ ഈ കോളേജ് ഭരിച്ചിരുന്ന അവർ ഇനി ഈ നഗരം ഭരിക്കും. വിവാഹ ജീവിതത്തിന്റെ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചവർണ്ണക്കിളി പറന്നു പോവുകയാണ്. ഡയലോഗ് പറയാതോ. ഈ നഷ്ടം ഈ കോളേജിന്റെ മുഴുവൻ നഷ്ടമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തുചേർന്ന ഈ മുഹൂർത്തത്തിൽ ആരതിയുടെ ആഗ്രഹപ്രകാരം വിഘടിച്ചു നിന്ന ജർമ്മനികൾ ഒന്നാവുകയാണ്. നമുക്ക് ഈ ബെർലിൻ മതിലുകൾ തകർക്കാം. ഇതുവരെ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന രഞ്ജിത്ലാലും ആരതി മേനോനും ഇനി മുതൽ നല്ല സുഹൃത്തുക്കളായിരിക്കും. വഴക്കും വെല്ലുവിളിയും ഒക്കെ ക്യാമ്പസിലെ വെറും തമാശയായി രഞ്ജിത്ത് മറക്കണം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്രദറിനെ പോലെ ക്ഷമിക്കണം. ഏയ്, ഇറ്റ്സ് ഓക്കെ. അപ്പോഴെപ്പോഴുള്ള റിവെഞ്ച് എനിക്കും ഉണ്ടായിട്ടുള്ളൂ. ആരതിയോട് എനിക്കൊരു ദേഷ്യമില്ല. ഇതൊന്ന് പിടിച്ചേ. ഞാൻ പറയുമ്പോ ഈ വയർ ഇതിൽ കണക്ട് ചെയ്യണം. ഞാനത് ഫിറ്റ് ചെയ്യാൻ പോവാ. പിടിച്ചോണേ. ആ, ടച്ച് ടച്ച്. അയ്യോ പോന്നു. ആ, പോവും. കണക്ഷൻ വിട്. ഇനി ഞാൻ പറയുമ്പോ കണക്ട് ചെയ്താ മതി. കണക്ട് ചെയ്യ്. ആഹാ, ഇവിടെ വന്ന് കിടക്കായിരുന്ന ഡ്യൂട്ടിയും കളഞ്ഞ് ഞാൻ ഇനി തിരക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ കടപ്പുറത്ത് തന്നെ കാണുമെന്ന് ഭാഗ്യം തറപ്പിച്ച് പറഞ്ഞതാ. നീ ആര് ചെമ്മീനിലെ പരീക്കുട്ടിയാ? ദുഃഖം വരുമ്പോ കടപ്പുറത്ത് വന്ന് ഇങ്ങനെ മരം നടിച്ച് കിടക്കാൻ. അളയാൻ പൊയ്ക്കോ, ഞാൻ പിന്നെ വന്നോളാം. അത് വേണ്ട, നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. ദുഃഖം മൂത്ത് 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 കുറച്ച് കഴിയുമ്പോ കുറെ കൂടി അങ്ങോട്ട് ഇറങ്ങി കിടക്കാൻ തോന്നും. ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാതെ എഴുന്നേറ്റ് വാ മോനെ. അളിയൻ എന്റെ വിഷമം മനസ്സിലാവില്ല. എടാ, ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ. ഈ ചന്ദ്രിക എന്താ ചെയ്തത്? ഏത് ചന്ദ്രിക? ചങ്ങമ്പുഴയുടെ ചന്ദ്രിക. രമണനുമായിട്ട് ഘോര പ്രേമമായിരുന്നില്ലേ? എന്നിട്ട് എന്തായി? പുല്ലാങ്കുഴലിൽ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് അവൾ അവളുടെ പാട്ടിന് പോയില്ലേ? അതുപോലെ IPS കാരൻ വന്നപ്പം ഡ്രൈവറെ ഇവളും വലിച്ചെറിഞ്ഞു. പോകാൻ പറ. അളിയൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. അതും പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? നീ നേരെ എന്ന് IPS കാരോട് പറ, നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നെന്ന്. അയാൾ മാന്യനാണെങ്കിൽ ചിലപ്പോ നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചൊന്നും ഇരിക്കും. അങ്ങനെ കഥകളുണ്ടായിട്ടുണ്ട്. എന്താ കഥയുടെ പേര്? ഞാൻ ജോക്കർ. എന്താ? കമ്മീഷണർ സാറിനെ ഒന്ന് കാണുമായിരുന്നു. ആരാ? ചിറ്റേടത്തുനിന്നാ. ഓ, കയറി വരൂ. എന്താ രാമനുണ്ണി രാവിലെ? ഇന്ന് പണിയൊന്നുമില്ലേ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ, എവിടെയെങ്കിലും വണ്ടി ഇടിച്ചാ? ഇല്ല. പിന്നെ ഞാൻ ആകെ പ്രശ്നത്തിലാണ് സാർ. ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ചത്തതുപോലെ ജീവിക്കണം. എന്താ, താൻ ആരെങ്കിലും കൊന്നോ? ഇല്ല. തന്റെ വിഷമം എന്താണെന്ന് പറയടോ. എന്റെ അധികാര പരിധിയിൽ പെട്ടതാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പോലീസാണെന്ന് കരുതണ്ട, വിശ്വസിക്കാം. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ വന്നത്. സാർ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിലും ഭാവിയിൽ സാറിന്റെ മുമ്പിൽ ഞാനൊരു തെറ്റുകാരനാവരുത്. ജീവിതത്തിൽ ഞാൻ ഒരു പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. സാറിന് വലിയൊരു ജോലിയുണ്ട്, പ്രതാപമുണ്ട്. അതുപയോഗിച്ച് എന്റെ ജീവിതം തകർക്കരുത്. സാർ അവളെ എനിക്ക് വിട്ടുതരണം. ആരുടെ കാര്യമാണ് താനീ പറയുന്നത്? ആരതി. ഞാൻ സ്നേഹിച്ചു പോയി സാർ. സാറ് അവളെ തട്ടിയെടുക്കരുത്. അത്രേ ഉള്ളോ? അവളെ കണ്ട ആരും സ്നേഹിച്ചു പോവും. അല്ലെങ്കിൽ തന്നെ സുന്ദരികളായ കൊച്ചമ്മമാരെ കണ്ട ചെറുപ്പക്കാരായ ഡ്രൈവർമാർക്ക് അല്പം പ്രേമമൊക്കെ തോന്നും. അതൊക്കെ നാട്ടുനടപ്പാണല്ലോ. ഞാനൊരു ഡ്രൈവറാണെന്ന് ബോബി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു? എന്നെ കൊണ്ട് സ്നേഹിപ്പിച്ചതാണ്. എന്നിട്ട് സാറിനെ കണ്ടപ്പോ ഒക്കെ തമാശയാണെന്ന് പറഞ്ഞ് അവള് കാലുമാറി. എനിക്കിതൊന്നും തമാശയല്ല സർ. ഞങ്ങളുടെ കല്യാണത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അറിയാലോ രാമനുണ്ണിക്ക്? അറിയാം സർ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നത്. ഈ ചതിക്ക് സാറ് കൂട്ടു നിൽക്കരുത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ ദയവ് ചെയ്ത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. എന്നിട്ട് അവളെ എനിക്ക് വിട്ടുതരണം. നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. മേലിൽ ഈ ഭ്രാന്തുമായിട്ട് നടന്ന പോലീസിന്റെ ശരിക്കുള്ള മുഖം എന്താണെന്ന് നീ കാണും. എന്റെ വിവാഹം എനിക്കൊരു തമാശയല്ല.
വിവാഹത്തിന് മുമ്പ് ആരെങ്കിലും അവളെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ഇനി അവൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് സഹിക്കും. കാരണം എനിക്ക് അവളെ വിശ്വാസമാണ്. ബാലിശമായ ഒരു പ്രേമത്തിന്റെ കഥ കേട്ട് അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സില്ല. ബാലിശമായ പ്രേമം എന്ന് പറഞ്ഞ് സാർ ഇതിനെ തള്ളിക്കളയുന്നെങ്കിൽ എനിക്ക് സാറിനോട് സഹതാപമേ ഉള്ളൂ. സാറിന് അവളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അവളെ എനിക്കറിയാം. മനസ്സിലായില്ല? മനസ്സിലാവും. ഇപ്പോഴല്ല, കല്യാണം കഴിഞ്ഞു. അന്നൊരു പക്ഷേ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സാറിന് നഷ്ടപ്പെടുന്ന സാറിന്റെ അഭിമാനമായിരിക്കും. അനാവശ്യം പറയരുത്. സാർ വിചാരിക്കുന്ന പോലെ അത്ര പതിവ്രതയൊന്നും അല്ല അവൾ. നിർത്തണം പൊട്ടി. തെളിവാണോ സാർ? എന്ത് തെളിവ്? അവളുടെ കഴുത്തിന് പുറകിൽ ഒരു മറുകുണ്ട്. കഴുത്തിന്റെ പുറകിൽ ഒരു മറുകുണ്ടെന്ന് വെച്ചാൽ? കഴുത്തിന് പുറകിൽ മാത്രമല്ല, ഞാൻ കാണാൻ പാടില്ലാത്ത പല സ്ഥലത്തും ഉണ്ട്. ദേ. ദാ, ഇത് ബോബിയാണെങ്കിൽ ഇവിടെ ഒരു മറുകുണ്ട്. പിന്നെ ദാ, ഇവിടെ ഒരെണ്ണമുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്തിനാ സാറേ എന്റെ സ്നേഹത്തിന്റെ എച്ചിൽ സാറ് തിന്നുന്നത്? താലി കെട്ടണ നേരത്തെങ്കിലും എത്തുവോ അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞായിരുന്നു അമ്മയുടെ ടെൻഷൻ. ഡൽഹിയിലെ തിരക്കൊക്കെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇനിയിപ്പോ ഏതായാലും അളിയനുണ്ടല്ലോ, കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഏറ്റെടുക്ക്. കല്യാണം എന്ന് പറഞ്ഞ് അമ്മ ഞങ്ങൾക്ക് ഒരു സ്വൈരവും തരുന്നില്ല. സദ്യക്ക് 4 കൂട്ടം പ്രഥമം വേണം, തിരക്കിനിടയ്ക്ക് താലി കെട്ടാൻ മറക്കരുത്. ഇവരുടെ അമ്മയുടെ കല്യാണത്തിന് പോലും അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഏതായാലും മുത്തശ്ശി അമ്മാവന്മാരും ഇത്രയും ടെൻഷൻ അനുഭവിക്കുന്ന സ്ഥിതിക്ക് അവിടെ അച്ഛനായ ഞാനും കൂടെ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ആ വാ വാ. കല്യാണത്തിന് മുമ്പ് ചെറുക്കൻ ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുന്നത് മോശമാണ്. എനിക്ക് ഇതുവഴി പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. തന്നെയല്ല, സാറ് വന്നിട്ട് ഞാൻ സൗകര്യമായിട്ടൊന്ന് കണ്ടുമില്ല. എന്തിനായി എക്സ്ക്യൂസ്? രാവിലെ അളിയൻ തന്നെ അങ്ങോട്ട് വന്ന് കണ്ടതല്ലേ? അതെ, പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്ന് കാണേണ്ട ഒരു മര്യാദയില്ലേ? ജനനകത്തോട്ടിരിക്കാം. എനിക്ക് പോകാൻ തിരക്കുണ്ട്. ഓ ശരി. അതല്ല, ഞാൻ ആരതി ഒന്ന്. ഓ, അപ്പൊ അളിയനെ കാണാൻ വന്നതല്ല. അയ്യോ, അങ്ങനെയല്ല. അതിന് താനത്തിനാ കിടന്ന് പരിക്കുന്നത്. അപ്പൊ IPS കാർക്കും പരിക്കലുണ്ട്. ആ ചെല്ല് ചെല്ല്. വേറൊന്നുമില്ല, ഞാൻ ഒരു കാര്യം. എന്താ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട്? ഒന്നുമില്ല, ഇന്ന് ആകപ്പാട് ടെൻഷൻ പിടിച്ചൊരു ദിവസമാ. അപ്പൊ തന്നെ കണ്ടിട്ടൊന്ന് ഹായ് പറയണമെന്ന് തോന്നി. അതെന്താ അത്ര വലിയ ടെൻഷൻ? വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഇനി അന്വേഷണം അങ്ങനെ തുടങ്ങണമെന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ. ഈ പോലീസുകാരുടെ വിഷമമൊക്കെ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവോ? ഏത് ഷാമ്പു ഉപയോഗിക്കുന്നത്? എന്താ? നല്ല സ്മെല്ല്. ആരതി എപ്പോഴെങ്കിലും ഈ മുടി ഇങ്ങനെ ഉയർത്തി കെട്ടിയിട്ടുണ്ടോ? എന്ത് പറ്റിന്ന്? അല്ല, ഒന്നുമില്ല. ഈ നോർത്തിലൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ മുടി ഉയർത്തി കെട്ടി പോകുന്ന കാണാൻ നല്ല ഭംഗിയാ. അപ്പോൾ ആരതി അങ്ങനെ ഒന്ന് കെട്ടി നോക്കിയാൽ നമുക്ക് ഭംഗിയുണ്ടോ എന്ന് നോക്കാമല്ലോ. ഭംഗിയുണ്ടെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് അങ്ങനെ കെട്ടാം. എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഒരു പ്രാവശ്യം പ്ലീസ്. ഈ ജിനേട്ടന്റെ ഒരു കാര്യം. ഇങ്ങനെയാ? അയ്യേ, എനിക്കിത് ഇഷ്ടമല്ല. ഞാനിങ്ങനെ കെട്ടാറേ ഇല്ല.